ഹായ്, കിച്ചടി കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പരിപ്പ്. ഈ ചുമന്ന പരിപ്പുണ്ടല്ലോ, ചുമന്ന പരിപ്പും ഒരു പച്ചമുളകും കൊണ്ട് എങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. കാരണം നമ്മൾ ഇപ്പോൾ സാധാരണയായി തക്കാളി, ഉള്ളി, പച്ചമുളക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ട് ചിലപ്പോൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കും. എൻ്റെ നാട്ടിൽ കണ്ണൂർ നമ്മൾ ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് കറി ഉണ്ടാക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലോ. നമ്മൾ ഒരുപാട് മസാലകളും മറ്റുള്ള ഇതൊക്കെ ചേർത്ത് കറി ഉണ്ടാക്കിയ ചിലപ്പോൾ നെഞ്ചരിച്ചലി, മറ്റുള്ള ഗ്യാസ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കിനി അതിലേക്ക് വേണ്ടുന്ന എന്താ നോക്കാം. ചീനച്ചട്ടി വെച്ചു. ഇനി അതിലേക്ക് നല്ലപോലെ ചൂടാവട്ടെ. ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായൊരു പേടിയൊരു വെപ്രാളമില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. സംസാരത്തിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന രീതി ചിലപ്പോൾ നാവ് വളഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കടുകാണ്. പിന്നെ വേണ്ടത് കടുക്. എണ്ണ ചൂടായില്ല, ചൂടാവുന്നതിനടുത്ത് ഇട്ടു. ഇതിന് മെയിനായിട്ട് വേണ്ടത് നമ്മളെ നല്ല ജീരകമില്ലേ, നല്ല ജീരകം, ആ ജീരകമാണ് വേണ്ടത്. കടുക് പൊട്ടിത്തുടങ്ങി. നമുക്കിതിലേക്ക് ജീരകം കൂടെ ചേർത്ത് കൊടുത്തു. ജീരകം. ഇനി കറിവേപ്പിലയും ചേർത്തു. അതിൻ്റെ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് അധികം മൂത്ത് പോകരുത്, കരിഞ്ഞു പോകും കേട്ടോ. കുറേ സമയം അടുപ്പയിൽ വെക്കരുത്. എന്നിട്ട് നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ഇട്ടു. നമ്മുടെ പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് തൈര് അല്ലെങ്കിൽ മോര്, പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ച് അതിലേക്ക് കുറച്ച് മോരും ഒഴിച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതും പരിപ്പ് കറിയും ഈ മോരും കൂടെ ഒരുമിച്ച് കുഴച്ച് നമ്മുടെ പറശ്ശിനി അമ്പലത്തിലെ കണ്ണൂർ പറശ്ശിനി കടവ് മുത്തപ്പൻ ക്ഷേത്രം, അവിടെ എന്നും നമുക്കൊരു ഭക്ഷണം കിട്ടും. എപ്പോൾ പോയാലും ഉച്ചയ്ക്ക് രാത്രിയിൽ ഉള്ള ഭക്ഷണമുണ്ട്. അത് കഴിച്ചാൽ എത്ര കഴിച്ചാലും നമുക്ക് കൊതി മാറില്ല, പക്ഷേ പെട്ടെന്ന് വയറ് നിറയും. അത് എന്നെങ്കിലും ആരെങ്കിലും കണ്ണൂർ വന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോവുക, അവിടുത്തെ കഴിക്കുക. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ പരിപ്പ് കറിയും മോരും, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, അത് നല്ലപോലെ ചതക്കുക. അതിലേക്ക് ഇത്തിരി ഉപ്പിടുക. അതിലേക്ക് കുറച്ച് മോരും ഒഴിക്കുക. പരിപ്പ് കറിയും മോരും കൂടെ ഒന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഇന്നത്തെ പരിപ്പ് കറി
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ.